അറിയൂ. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 16-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇന്ന് 17-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. 187-ാമത്തെ ദിവസമാണ് ഇന്ന്. 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഭഗവത്ഗീത ഓൺലൈനായിട്ട് നമുക്ക് ചിന്ത ചെയ്യാം എന്നത് തുടങ്ങിയിട്ടിപ്പം 187 ദിവസം ആകും. നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം 108 ദിവസമായിരുന്നല്ലോ ഇത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ഒരു പ്രഭാഷണ പരമ്പര തുടർച്ചയായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും നടത്തി. ഇപ്പോൾ സൗകര്യങ്ങൾ നമുക്ക് കൂടിയത് കൊണ്ട് എവിടെയിരുന്നും കേൾക്കാം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് തോന്നി. ഏതായാലും 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ നരകത്തിൻ്റെ 3 വാതിലുകളെക്കുറിച്ചും അതിന് ബദൽ വാതിലുകൾ എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഈ ഗീത കഴിഞ്ഞാൽ നമ്മൾ ഉപനിഷത്ത് അതിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതയെ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നതിന് സമാനങ്ങളായിട്ടുള്ള പല കൃതികളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രകരണ ഗ്രന്ഥങ്ങളായിട്ടുള്ള തത്വബോധം മുതലായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ നരകത്തിൻ്റെ ഇടയ്ക്ക് ഈ നരകവും നഗരവും മാറിപ്പോകും. രണ്ടും ഏകദേശമൊക്കെ ഒരുപോലെയുള്ള അവസ്ഥയാണ്. നഗരത്തിലെ ജീവിതം നരകതുല്യമാണെന്നാണ് പലരും പറയാറ്. ഏതായാലും ഇത് മനസ്സിലാക്കുന്നതിന് നമുക്ക് ചില കൃതികളിലെ ചില സന്ദർഭങ്ങൾ നമ്മളെ കൂടുതൽ ഇത് ബോധ്യപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമാണ്. അത് നമുക്ക് ശ്ലോകം ബൈ ശ്ലോകം ഓരോ ശ്ലോകങ്ങളും എടുത്ത് തന്നെ നമുക്ക് അത് പരിചയപ്പെടേണ്ട ഒന്നാണ്. അവിടെ ഇപ്പം ഇവിടെ ഭഗവാൻ നരകത്തിന് 3 കവാടങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 9 ദ്വാരങ്ങളുള്ള 9 കവാടങ്ങളുള്ള ഗോപുരത്തിൽ താമസിക്കുന്നവരാണ് എന്നുള്ള ഒരു സങ്കല്പം ഗീതയിലും മുന്നോട്ട് വെച്ചതാണ്. നവദ്വാരേ പുരേ ദേഹി എന്ന്. അത് നമ്മുടെ സെൻസസാണ്. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതുപോലെ മലമൂത്ര വിസർജനാദികളാകുന്ന ഇന്ദ്രിയങ്ങൾക്കെല്ലാം തന്നെ ദ്വാരങ്ങളുണ്ട്. അങ്ങനെ 9 ദ്വാരങ്ങളിൽ നമ്മൾ വസിക്കുന്നവരാണ്. അപ്പോൾ പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ ഒരു രസം എന്താന്ന് പറഞ്ഞാൽ, ഈ ഓരോ ദ്വാരത്തിനും കാവൽ ഭടന്മാരുണ്ട്. നല്ല അതിമനോഹരമായിട്ടാണ് അതിൻ്റെ വർണ്ണന. ഈ ഓരോ കാവൽ ഭടന്മാരും, ഇപ്പം കണ്ണിനാണെങ്കിൽ 2 ഭടന്മാരുണ്ട്. ഈ ഭടന്മാർ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന കാഴ്ചകളുണ്ട്. അതുപോലെ നാസികയുടെ ഭടന്മാർ, ശ്രോത്രത്തിൻ്റെ ഭടന്മാർ, എല്ലാറ്റിനും ഈ 9 ദ്വാരങ്ങൾക്ക് 9 ദ്വാരപാലകന്മാരുണ്ട്. ഈ ദ്വാരപാലകന്മാർ നമ്മളെ കൊണ്ടുപോകുന്ന ലോകം അതിഗംഭീരമാണ്. നമ്മൾ പരിചയപ്പെടേണ്ട ഒരു ഭാഗമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പുരഞ്ജനോപാഖ്യാനം. തത്വചിന്ത നന്നായി പറഞ്ഞ് അത് തത്വചിന്താരൂപത്തിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കത് കാണാം. ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ഗീത മുഴുവൻ കഴിഞ്ഞതിന് ശേഷം വേറെയും പല കൃതികളും പഠിക്കാനുണ്ട്. നമ്മുടെ ഈ സന്ദർഭം നമുക്ക് ഇതുപോലെ രാവിലെ 7 മണി മുതൽ തുടർന്ന് വരുന്ന സമയങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി ചിലവഴിക്കാം. ഇപ്പം നമ്മൾ ഇതുമായിട്ട് അങ്ങോട്ട് ട്യൂൺഡ് ആയിട്ടുണ്ട്. ലോകത്ത് എവിടെ പോവുകയാണെങ്കിലും നമുക്കത് സാധ്യവുമാണ്. അതിന് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിൻ്റെ അവസാനം ഭഗവാൻ പറഞ്ഞത്, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യ വ്യവസ്ഥിതവും ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തും ഇഹാർഹസി.
ഇവിടെ കർമ്മം ചെയ്യുന്നതിന് നിനക്ക് പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം അർജുന. അതെ, അറിവിൻ്റെ നിറവിലാണ് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ആവിർഭൂതമാകേണ്ടത്. അതിനെ നമ്മൾ ഈ ലോകത്തിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പം എൻ്റെ ഓരോ കർമ്മങ്ങൾക്കും പിറകിൽ ഒരു ധർമ്മശാസ്ത്ര സമ്മതി ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാ കർമ്മങ്ങൾക്കും നമുക്ക് ഇതിൽ മതമൊന്നുമില്ല. എല്ലാ ഏത് കർമ്മം ചെയ്യുന്നതിനും നമുക്കൊരു ദിശാബോധം നൽകുന്ന ഒരു പ്രമാണ ഗ്രന്ഥമാണ് ഭഗവത്ഗീത പോലുള്ളത്. അത് രാവിലെ എങ്ങനെ എഴുന്നേൽക്കണം, അത് മുതൽ തുടങ്ങുന്നുണ്ട്. ഒരു രാവിലെ ഞാൻ എങ്ങനെ എഴുന്നേൽക്കുന്നതിലൂടെയാണ് എൻ്റെ ആ ഒരു ദിനത്തെ എനിക്ക് സാർത്ഥകമാക്കി തീർക്കാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഭാര്യയെ കുറേ വഴക്ക്, ഭർത്താവിനെ വഴക്ക്, അച്ഛനെ അമ്മയും വഴക്ക്, കുട്ടികളെ വഴക്ക്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സമാധാനം കിട്ടും? പോണ വഴിക്ക് വണ്ടി സൈഡ് തന്നില്ല, അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി ഇടിച്ചു, അങ്ങനെ കുറേ വഴക്ക്. മൊത്തം ഇത് തന്നെ. എന്നിട്ട് പറയുകയാണ്, ആരെയാണ് ഞാൻ രാവിലെ കണി കണ്ടതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ. അവനവനെ തന്നെ. ആരെയാണ് ഞാൻ രാവിലെ കണി കണ്ടത്? വാസ്തവത്തിൽ എൻ്റെ ദേഷ്യത്തെ തന്നെ. പിന്നെ എങ്ങനെ നേരെയാവും? അപ്പം എന്താ കണി കണ്ടത്? കണി കാണാൻ വല്ല പശു കയറുമായിട്ട് പോണതോ അല്ലെങ്കിൽ ഇന്നവരോ ഇങ്ങനെയൊക്കെ ഉണ്ട് പണ്ടേ. ഇയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എന്തിനാ ഈ കണി കാണുന്ന ഇതൊക്കെ ഒരു സങ്കല്പമായിട്ട് വന്നത്? മനസ്സൊന്ന് ശാന്തവും സന്തോഷപ്രദവും ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പഴയ പശു ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷമൊന്നും ആവില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാറെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ഇറങ്ങുമ്പോൾ ഒരു പശുവിനെയും പിടിച്ചിട്ട് ഒരാൾ നമ്മുടെ മുന്നിലൂടെ വന്നാൽ നിങ്ങൾക്ക് സന്തോഷമാവുമോ? ഓരോരുത്തന്മാർ വരുന്നത് നോക്കണേ. ഇവനൊക്കെ ഇതിനെ വളർത്തണം, നീടെ കെട്ടിയിട്ട് വീട്ടിനുള്ളിൽ വളർത്തണം, ഇല്ലേ? ആർക്കാ പശു ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ശുഭലക്ഷണമായിട്ട് തോന്നുന്നത്? മാറിപ്പോയി കാരണം ഈ പശുവിനെ കാണുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ സന്തോഷമോ സമാധാനമോ എന്തെങ്കിലും ഒന്ന് പ്രകടമാകുന്നില്ല എങ്കിൽ പിന്നെ അതിനെ കണ്ടുകൊണ്ട് എന്ത് കാര്യമാണ്? വേദത്തിലെ പ്രാർത്ഥന തന്നെ എന്താണ്? ഭദ്രം കർണേഭി ശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷിഭിർ യജത്രാഹ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാകും സസ്തനൂഭി വ്യശേമ ദേവഹിതം യദായുഹു. ഞാൻ കേൾക്കുന്നത് ഭദ്രമാകട്ടെ, ഞാൻ കാണുന്നത് ഭദ്രമാകട്ടെ. അപ്പം അതിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ വേണം. ഇതിനാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ബലം, കരുത്ത് എന്ന് പറയുന്നത് അതാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ, നിനക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അധ്യാത്മശാസ്ത്രങ്ങൾ അനുസന്ധാനം ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് ചോദിച്ചാൽ, അല്ലാതെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുക, അത് ഇട്ട് ഇത് ഇട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കർമ്മങ്ങൾക്കൊരു ശുദ്ധി ഉണ്ടാവും, നമ്മുടെ ചിന്തകൾക്ക് ശുദ്ധി ഉണ്ടാവും, നമ്മുടെ വാക്കിന് ശുദ്ധി ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. അതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് മാത്രമാണ് അധ്യാത്മ ഗ്രന്ഥങ്ങൾക്ക് നമുക്ക് നൽകാനുള്ളത്. ഒരു ഗുരുവിന് നൽകാനുള്ളത് അതാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് തന്നെ എന്താ? മൂപ്പര് തിമിര ശസ്ത്രക്രിയ നടത്തുന്ന ആളാണ്, ഡോക്ടറാണ്, ശങ്കുവരനാണ്. എങ്ങനെയുള്ള തിമിരം? അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമാകുന്ന തിമിരം ഇല്ലാതെയാക്കുന്നു, എന്നിട്ട് ജ്ഞാന ചക്ഷുസ് നൽകുന്നു. ശരിയായ കാഴ്ചപ്പാടൊക്കെ അവന് ബോധ്യപ്പെടാൻ സഹായകമാകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതുകൊണ്ട് അവനെ ഗുരു എന്ന് വിളിച്ചു. ഗുരു എന്ന് വിളിക്കുന്നതന്നെ എന്തുകൊണ്ടാണ്? ഗുകാരോരന്ധകാരശ്ച രുകാരോ തത് നിരോധക അന്ധകാര നിവർത്തിത്വാത് ഗുരുരിത്യഭിധീയതേ.
ഗുകാരം അജ്ഞാനത്തെ, അന്ധകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. രുകാരമോ അതിനെ നിരോധിക്കുന്നത് ആരാണ്? അവനെ പ്രതിനിധാനം ചെയ്യുന്നു. അന്ധകാര നിവർത്തിത്വാത് ഗുരുഹു ഇതി അഭിധീയതേ, അന്ധകാരത്തെ നീക്കുന്നത് കൊണ്ട് ഗുരു എന്ന് പറയുന്നു. അപ്പൊ ഗുരു പറയുന്നത് ശാസ്ത്രവാക്യങ്ങളാണ്. അപ്പൊ ശാസ്ത്രം നിനക്ക് പ്രമാണമായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജാതി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ഇതിൽ. ഏത് കാര്യങ്ങൾക്കും. ഇപ്പൊ നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുന്നു, അതെങ്ങനെ തുടങ്ങണം? പുതിയതായിട്ട് തുടങ്ങാം. ഒരു ചെറിയ കടയാണ്, മുറുക്കാൻ കടയാണ്, എന്തെങ്കിലും ആവട്ടെ, ചെറുതോ വലുതോ എന്തെങ്കിലും ആവട്ടെ. ഉദ്ഘാടകൻ ആരാണ്? അങ്ങനെ ഉദ്ഘാടകനെ കൊണ്ടുവന്നിട്ട് ഞെട്ടിക്കണം. എന്നിട്ടൊക്കെ എന്തായി അവസാനം ഉദ്ഘാടകൻ വന്നു പോയി എന്നുള്ളതേ ഉള്ളൂ. ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ പോകുന്നില്ല. അപ്പം ആദ്യം ഒരു ഐശ്വര്യവും സമാധാനവും ഒക്കെ വരണമെങ്കിൽ എന്തു വരണം? അവിടെ വിളക്ക് കൊളുത്തേണ്ടത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വിളക്ക് കൊളുത്ത് എന്താ? നിങ്ങൾ വിളക്ക് കൊളുത്തുന്നുണ്ട്, കൊളുത്തുന്നില്ല, ആദ്യത്തെ സാധനം മേടിക്കലോ ഏതെങ്കിലും വിധത്തിലാവട്ടെ, ആരാണ് അവിടെ വേണ്ടത്? നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാൻ ഇന്ന് നാട്ടിലെ ഏറ്റവും യോഗ്യരായിട്ടുള്ളത് അവരാണ്. ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. അവരെ വിളിക്കാതെ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല. അവരുടെ പ്രാർത്ഥന അത് സത്യസന്ധവും 100% നിങ്ങൾക്ക് ഗുണപരമായി തീരും. ഇത് അവരെയൊന്നും അറിയിക്കാതെ അവൻ ഈ കട തുടങ്ങുന്നത് തന്നെ എങ്ങനെയുണ്ട്? എന്നിട്ട് ഈ ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോവുക, എനിക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അപ്പോൾ ഒരു ശാസ്ത്രം പ്രമാണമായിരിക്കണമെങ്കിൽ എന്താ ശാസ്ത്രം പ്രമാണമാവുന്നത്? എവിടെയാ? അപ്പോൾ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അമ്മ എനിക്ക് ഈശ്വരനാണ്, അച്ഛൻ ഈശ്വരനാണ്, അവർ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവരാണ് അതിന് സാക്ഷ്യം വഹിക്കുന്നത്, അവരാണ് വഹിക്കേണ്ടത്. അപ്പോൾ ഈ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്നുള്ളത് രൂഢമൂലമായി അതിൻ്റെ ആ വ്യാപ്തിയിൽ മനസ്സിലാക്കിയാൽ ഈ പറഞ്ഞ രക്ഷിതാക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഊഷ്മളത എന്താണ്? അപ്പം അതിനൊരു പ്രമാണമില്ലേ? അപ്പം എൻ്റെ അച്ഛൻ സ്വാമി വിചാരിക്കണ പോലെയൊന്നുമല്ല എൻ്റെ അമ്മ. സ്വാമി കണ്ടാൽ 2 കൊടുക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എന്തോ ആവട്ടെ, നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റും. അപ്പം എന്തിനും നമുക്ക് എന്തുണ്ട്? ഒരു പ്രമാണത്തിൻ്റെ ബലത്തിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രമാണം മണ്ടത്തരങ്ങളെ അതൊന്നും എടുക്കരുത്. അമ്മാവനെ കൊന്നിട്ട് കംസനെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്ന ന്യായീകരണം നടത്തരുത്. നമുക്കൊക്കെ അങ്ങനെ ഉണ്ട് ആളുകളെ. ഭാര്യയും കുട്ടിയൊക്കെ ഉപേക്ഷിച്ച് ഓരോ വഴിക്ക് പോകുമ്പോൾ ഉദാഹരിക്കുന്നത് ഈ പറഞ്ഞ ബുദ്ധനെയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ. എങ്ങനെയുണ്ട്? അതിൽ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കേണ്ടത് ആരെയാണ്? രാമകൃഷ്ണദേവനെയാണ്. നമുക്ക് രാമകൃഷ്ണദേവനാണ് അവിടെ ഉദാഹരണം. ശാരദാദേവിയെ എന്നും കൂടെ ഉണ്ടായിരുന്നു. അതാണ് മാതൃക, അതാണ് കൃഷ്ണൻ്റെ വഴി. ചിന്മയാനന്ദ സ്വാമികൾ പറയും, ഭാര്യയും കുട്ടിയും ഉപേക്ഷിച്ചത് കൊണ്ടല്ല ആത്മീയതയിൽ അത് കിട്ടുന്നത്, അവരെ കൂടെ ഇരുത്തുമ്പോഴാണ്. അവരെങ്ങനെ നിങ്ങൾക്ക് തടസ്സമാവുന്നത്? നിങ്ങളുടെ ആത്മാന്വേഷണത്തിന് ഭാര്യ എങ്ങനെ തടസ്സമാവും? നിങ്ങൾ വിവാഹം കഴിച്ച ആളാണെങ്കിൽ. എന്നിട്ട് ഇവരെ ഉപേക്ഷിച്ചാലേ നിങ്ങൾക്ക് അത് കിട്ടൂ എന്ന് പറയുന്നത് തന്നെ ഉടായിപ്പാണ്. ധർമ്മശാസ്ത്ര പറയുന്നത് നമ്മൾ. അതുകൊണ്ട് അവിടെ നമുക്ക് പ്രമാണം എന്തായിരിക്കണം? ശാസ്ത്രം തന്നെയായിരിക്കണം പ്രമാണം. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗർഭാധാനം, പുംസവനം, സീമന്തം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് 16 സംസ്കാരങ്ങളുണ്ട്. ഈ 16 സംസ്കാരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. നിങ്ങളത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, അത് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതാണ്.
അതല്ല വെറുതെ യാന്ത്രികമായിട്ടൊരു 4-5 ആളുകളെ വിളിച്ചിരുത്തി നിങ്ങളൊരു ചടങ്ങ് നടത്തിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കറിയണം എന്താണത്. ഗർഭാധാനം വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ? നിങ്ങൾ 2 പേര്, ഭാര്യയും ഭർത്താവും, നമുക്കൊരു സന്തതി വേണം, അവനല്ലെങ്കിൽ അവള് ലോകത്തിന് ഗുണപരമായി ഭവിക്കണം, അതിനൊരു സങ്കല്പം ഉണ്ടാവട്ടെ. ആ സങ്കല്പത്തിൽ നിന്ന് കുട്ടികൾ ജനിക്കട്ടെ. പിന്നെ അതിൻ്റെ പരിരക്ഷയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് ഓരോ മരണാനന്തര അന്ത്യേഷ്ടി വരെ എല്ലാറ്റിനും. നമ്മൾ ഒരു നിസ്സാരം എന്ന് കരുതുന്ന നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ആ ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. അന്നം ന നിന്ദ്യാത് തത് വ്രതം. അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാലോ നമ്മൾ ആവശ്യമുള്ളതേ എടുക്കും, അത് കഴിക്കും. ഇനി എന്തെങ്കിലും അത് ബാക്കി വന്നു കഴിഞ്ഞാൽ അതുപോലെ കാക്കയ്ക്കോ പൂച്ചയ്ക്കോ കോഴിക്കോ എന്തിനെങ്കിലും കൊടുക്കും. ഇതിങ്ങനെ ഒന്നിനുമില്ല, ഇവന് ഇതുമില്ല. ഇവൻ്റെ ആകെ ഇവൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവുക, അതിന് ചുറ്റി നടക്കുക, ഇതൊക്കെയാണ് ദൈവമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇവനൊക്കെ ശാസ്ത്രത്തെ ഇവൻ നിഷേധിച്ചവനാണ്. അതിൽ പറയുന്നതൊന്നും ഇവന് സ്വീകാര്യവുമല്ല. അതുകൊണ്ട് ശാസ്ത്രം പ്രമാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ എല്ലാ ചെയ്തികൾക്കും ഏതെങ്കിലും ഒരു കർമ്മത്തിൽ നമുക്ക് ശാസ്ത്രം പ്രമാണമാകാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ടാണ് 4 ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങൾക്ക് 4 ഗംഭീരങ്ങളായിട്ടുള്ള ധർമ്മശാസ്ത്രം തന്നെയുണ്ട്. ധർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിവരണം ചെയ്യുന്നത്, അർത്ഥത്തെ സംബന്ധിച്ച്, കാമത്തെ സംബന്ധിച്ച്. വാത്സ്യായനൻ്റെ കാമസൂത്രം വെറും തോന്നിയാസം പറയുന്നതല്ല, പലരും ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെ. ഈ 4 ശാഖകളിലും, ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും മോക്ഷത്തിലും. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പല്ല് തേക്കുന്നത് മുതൽ, അതായത് ഈ മന്ത്രം ചൊല്ലി തേക്കണം എന്നല്ല ഇപ്പം ഇവിടെ പറഞ്ഞു വരുന്നത്. ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും മന്ത്രം ചൊല്ലി ചെയ്യുന്നു എന്നുള്ളതല്ല. പല ഭട്ടന്മാരുടെയും ധാരണ അതാണ്. നിങ്ങളെന്തോ മന്ത്രം ചൊല്ലിയാൽ എന്തോ സംഭവമാകുന്നു. ആദ്യം മന്ത്രം എന്താണെന്ന് അറിയണം. മന്ത്രം എന്താ? മനനത്തിന് വിധേയമാക്കുന്നതാണ്. മനനാത് ത്രായതേ, മനനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. അതിന് മന്ത്രത്തിൻ്റെ അർത്ഥം അറിയണ്ടേ? വെറുതെ നിങ്ങൾ സ്വാഹ പറഞ്ഞുകൊണ്ട് എന്താ? അപ്പോൾ ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമസ്തേ ചെറിയൊരു കാര്യമാണ്. പറയുമ്പോൾ നമ്മൾ നമസ്തേ എന്ന് പറയുമ്പോൾ നമഃ തേ, ആർക്കായിട്ട് നമസ്കാരം? അങ്ങയുടെ ഈ ശരീരത്തിനല്ല, മറിച്ച് ഈ ശരീരത്തെ ശരീരമാക്കി നിലനിർത്തിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം തന്നെയാണ് എന്നെ നമസ്തേ പറയാൻ യോഗ്യനാക്കിയത്. അതിനുള്ള നമസ്കാരം. ഇത് അയാളോട് പ്രത്യക്ഷത്തിൽ പറയണമെന്നില്ല. അതുകൊണ്ട് ഇയാൾ ഏത് തല്ലിപ്പൊളിയാണെങ്കിലും നമസ്തേ പറയാം, കുഴപ്പമില്ല. കാരണം ഇവൻ്റെ തല്ലിപ്പൊളിത്തരത്തിനല്ല നമ്മുടെ നമസ്കാരം. അപ്പോൾ എല്ലാറ്റിനും നിങ്ങൾക്ക് എന്തുണ്ടാവും? പ്രമാണത്തിൻ്റെ ബലത്തിൽ ചെയ്യുമ്പോൾ അതിനൊരു കരുത്തുണ്ടാവും. അപ്പോൾ ഈ പ്രമാണം അറിയാത്തവർക്ക് അതൊരു സംശയം ഉണ്ടാവുകയും ചെയ്യും. അവരെ തിരുത്തി നിങ്ങൾക്ക് കൊടുക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതാണ്. നിങ്ങളുടെ കർമ്മങ്ങളിലെല്ലാം ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ചിലപ്പം അവരന് അത് തോന്നും ഇത് ശരിയല്ലല്ലോ എന്ന് അവർക്ക് തോന്നാം. അത് അവരുടെ തോന്നല. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം. അതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ അടിത്തറ എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഗുരുദേവൻ്റെ വചനം ചൊല്ലിയിട്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നുള്ളത്. ഭഗവാൻ ഇതിൻ്റെ അവസാനം പറയുന്നത് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ വ്യവസ്ഥിതവും. നീ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും, തള്ളേണ്ടതും കൊള്ളേണ്ടതും. ഈ തള്ളേണ്ടതിനും കൊള്ളേണ്ടതിനും നിനക്കൊരു
പ്രമാണമുണ്ടായിരിക്കണം. അതിനനുസരിച്ച് നീ ഇവിടെ കർത്തും ഈ കർമ്മം ചെയ്യാൻ ഇഹ അർഹസി, നീ ഇവിടെ യോഗ്യനാണ്, അങ്കിലേ യോഗ്യത നേടുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ഈ അധ്യായം ആരംഭിക്കുന്നത് അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ്. അർജുനൻ ചോദ്യം ചോദിക്കും. എന്താണ് ഭഗവാനോട് ചോദ്യം? കാരണം 16-ാം അധ്യായത്തിൻ്റെ എല്ലാം ഈ ഓരോരോ അധ്യായങ്ങളും തുടർച്ച തന്നെയാണ്. 16-ാം അധ്യായത്തിൻ്റെ തുടർച്ച തന്നെയാണ്. 16-ൽ എന്താണോ ഭഗവാൻ അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദ്യം ചോദിക്കുന്നത്. ശ്രദ്ധാത്രയ വിഭാഗയോഗം. പതിവ് പോലെ അർജുനൻ്റെ സംശയത്തെ ഭഗവാന്റെ മുൻപിൽ വയ്ക്കുന്നു. അർജുന ഉവാച യേ ശാസ്ത്രവിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേഷാം നിഷ്ഠാ തു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമാ. നല്ല ചോദ്യം, വളരെ പ്രസക്തിയുള്ളതാണ് ഈ ചോദ്യം. കാരണം നമ്മളെ ഓരോരുത്തരും നമ്മളിതിലിങ്ങനെ ആഴത്തിൽ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ ചോദ്യം ഉണ്ട്. എന്താ ചോദ്യം ഭഗവാനോട് പറയുന്നത്? ഹേ കൃഷ്ണ, ഭഗവാനെ, യേ ശാസ്ത്രവിധിം ഉത്സൃജ്യ, ഏതൊരുവനാണോ ശാസ്ത്രവിധിം ഉത്സൃജ്യ, ഈ ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ള വിധിയെ, വീണ്ടും വീണ്ടും നിങ്ങളോട് പറയട്ടെ, ഇത് നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചിലർ ഉപയോഗിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ശാസ്ത്രവിധിയാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. എന്നിട്ട് നിങ്ങളെ ഈ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അല്ലാതെ അങ്ങനെ പലതും നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. ഒരുപാട് ഹനുമാന്റെ വടമാല മുതൽ ഒരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങൾ. അക്ഷയ തൃതീയയ്ക്ക് സ്വർണം മേടിക്കുക, ഇപ്പം എങ്ങനെയുണ്ടത്? ഇങ്ങനെ ആ ദിവസം പോയി സ്വർണം മേടിച്ചാൽ എന്തോ വിശേഷമാണ് എന്ന് ഒരു വ്യാപാരത്തിൻ്റെ ഒരു തന്ത്രം അതിലേക്ക് ഉപയോഗിച്ചപ്പം ഇപ്പം അതിൻ്റെ ഇരകളാണ്. ഇപ്പം അത് ആ ദിവസം പോയി ഭയങ്കര തള്ളലാണ്, സ്വർണം മേടിക്കാനുള്ള ഒരു ദിവസം. ഈ ജ്വല്ലറിക്കാരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ആൾ തന്നെ അവസാനം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇന്ന വർഷം ഇന്ന ദിവസം ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. അപ്പം അതിനിങ്ങനെ ഒരു ഇത് കൊടുത്തു. പല ജ്വല്ലറികളും എന്താ ചെയ്യുന്നത്, ആ ദിവസം ഗുരുവായൂരിലെ റിട്ടയേർഡ് മേശാന്തി ആയിരുന്ന മേശാന്തി, ശബരിമല മേശാന്തി, മൂകാംബിക മേശാന്തി, ഇങ്ങനെയുള്ളവരെയൊക്കെ ആ ദിവസം ജ്വല്ലറിയിൽ കൊണ്ടുവരിക. അവരുടെ കൈ കൊണ്ട് സ്വർണ്ണ നാണയങ്ങൾ 1 പവൻ 2 പവനൊക്കെ നേരത്തെ കാലത്ത് ബുക്ക് ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് മേടിക്കുക. വാസ്തവത്തിൽ ഇതെല്ലാം തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും. സംശയമൊന്നും വേണ്ട. അതാ പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ അനാചാരങ്ങളൊക്കെ പിന്നീട് എന്താവും? ആചാരമാവും. PK എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് ഹിന്ദിയിൽ, അമീർ ഖാൻ്റെ. ഗംഭീരമായിട്ട് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് വേറൊരു സിനിമ ഉണ്ട്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളെ കാണിക്കുന്നത്. രണ്ടും നല്ല സിനിമകളാണ്.
ഹിന്ദിയിൽ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരുന്നത് അപൂർവമാണ്. തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. PKയും ഓ മൈ ഗോഡും രണ്ടും കാണേണ്ട സിനിമയാണ്. ഇവിടെ അർജുനൻ ചോദിക്കുകയാണ്, ആരാണോ ഏ, ആരൊക്കെയാണ്? ബഹുവചനമാണ്. ഏ, യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ, ഏ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആളുകൾ. യഹ യൗ ഏ, ആരൊക്കെയാണോ ശാസ്ത്രവിധിം ഉത്സൃജ്യ, ഈ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നും അനുസരിക്കാതെ, ഉത്സൃജ്യ ഉപേക്ഷിച്ച്, ഒന്നും അവർ ഗൗനിക്കുന്നില്ല. എന്നാൽ ശ്രദ്ധയാ അന്വിത, ശ്രദ്ധയോടുകൂടിയവരായിട്ട്, യജന്തേ, യജന്തേ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചു. യജ്ഞം ചെയ്യും. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക നിരത്തുക എന്നുള്ളതല്ല. ഒരു കളക്റ്റീവായിട്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനോ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നു. പക്ഷെ ശാസ്ത്രവിധിയൊന്നുമില്ല. അവരങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. യജന്തേ തേഷാം, അവരുടെ നിഷ്ഠ, ആ അവസ്ഥ, കാ എന്താണ്? സത്വം രജ തമ, അത് സത്വമാണോ രജസാണോ തമസാണോ? അർജുനൻ്റെ ചോദ്യം എന്താണ്? ഈ പറഞ്ഞ ശാസ്ത്രത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്യാദി കാര്യങ്ങളൊന്നും ഒരു കൂട്ടർ കണക്കാക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവരത് ഒഴിവാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നു. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതിനവർ നേതൃത്വം കൊടുക്കുന്നു. ഇവരുടെ നിഷ്ഠ ഏതിലാണ്? അവർ സത്വമാണോ രജസാണോ തമസാണോ? വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ പലരെയും അളക്കാൻ നിൽക്കുന്നുണ്ടല്ലോ, ഭക്തനെന്നും ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും, ദേശീയവാദി എന്നും ദേശദ്രോഹി എന്നും ഒക്കെ ഈ മെഷർമെൻറ്റുമായിട്ട് അളവുകോലുമായിട്ട് ഇറങ്ങുന്നുണ്ട് ഓരോരുത്തരും. ഓരോരുത്തർക്ക് ഇവരാണ് ബ്രാൻഡ് ചെയ്യുക, ഇവരാണ് ചീട്ട് കൊടുക്കുന്നത്, ഇവൻ ഇന്നത്. അപ്പോൾ ഈ അളവുകാരൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം, ഇവനെ ആരാ പറഞ്ഞു കൊടുത്തത്, ഇവനെ ആരാ അധികാരപ്പെടുത്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരാടാ അത് ചോദിക്കാമെന്ന് ചോദിക്കും. എന്തായാലും അർജുനൻ ഇവിടെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ അതിന് ഉത്തരം പറയുമല്ലോ. അതായിരിക്കണം നമുക്ക് പ്രമാണം. അത് പ്രമാണമാണ്. ചോദ്യം എന്താണ്? ഈ പറഞ്ഞ ശാസ്ത്രവിധികളൊന്നും സ്വീകരിക്കാതെ, ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്നല്ല, അത്തരത്തിലൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ഇത് ചിലപ്പോൾ അവർ അതിനെക്കുറിച്ച് അത്ര ബോധർ ചെയ്യുന്നില്ല. അങ്ങനെയാണ് അവരുടെ കർമ്മം. പറയും ഭഗവാനെ, ഇവരെവിടെ പെടും? സാത്വികരാണോ രാജസമാണോ താമസമാണോ? അർജുനനെ എടുത്ത് ചോദിച്ചു. ഭഗവാൻ പതിവ് പോലെ ഉഷാറായി ഉത്തരം പറയാൻ. ശ്രീ ഭഗവാനുവാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേദിതാം ശൃണു. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ മറുപടി പറഞ്ഞു. ഉവാച, അർജുന ഉവാച എന്ന് ചോദിച്ചപ്പോഴോ അർജുനൻ മറുപടി പറഞ്ഞു എന്നാണോ? അല്ല, അർജുനൻ ചോദിച്ചു. ഉവാച എന്നതിന് ചോദിക്കുക എന്നും പറയുക എന്നും. അപ്പം അതിന് മറുപടിയായി ഭഗവാൻ പറഞ്ഞു. അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറഞ്ഞു. എന്താണ് മറുപടി? ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവച സാത്വികി രാജസി ച ഏവ താമസി ചേത് ഇതാം ശൃണു താം ശൃണു.
ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സ്വഭാവച. ദേഹിനാം, ദേഹം ധരിച്ചിട്ടുള്ളവർ, അതാണ് ദേഹിനാം. അവരുടെ സ്വഭാവജ എന്താണ്? ആ സ്വമ്മിൽ നിന്ന് ജാതമായിട്ടുള്ള സ്വഭാവജാതമായത്, അത് സത്വവും രജസും തമസിനെയാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരിൽ നിന്നും പ്രഭാവിതമായത് അത് എന്താണ്? സാ ശ്രദ്ധ, അവരുടെ ആ ശ്രദ്ധ എങ്ങനെയുള്ളതാണ്? സാത്വികി, രാജസി, താമസി. അതിനെ സാത്വികമെന്നും രാജസികമെന്നും താമസികമെന്നും ഇതി ത്രിവിധ ഏവം ഭവതി, ഇപ്രകാരം 3 വിധമായിട്ടുണ്ട്. ഏതായാലും അർജുനന്റെ ചോദ്യം ഇവർ ഏത് ഗണത്തിലാണ് പെടുക? സാത്വികമാണോ രാജസികമാണോ താമസികമാണോ എന്നാ. അതിന് ഭഗവാൻ ഉത്തരം പറയുന്നത് അതെ, ദേഹത്തെ ധരിച്ചിരിക്കുന്നവർക്ക് അവരുടെ സ്വഭാവജങ്ങളായിട്ടുള്ള ഗുണങ്ങൾ 3 പ്രകാരത്തിലുണ്ട് അർജുന. അത് സാത്വികവും രാജസികവും താമസികവുമാണ്. താം ശൃണു, എന്നിൽ നിന്ന് അതിനെ നീ കേട്ടാലും. ഭഗവാൻ അപ്പോൾ ആ 3 അർജുനൻ തന്നെ പറഞ്ഞിട്ടുള്ള, അർജുനൻ്റെ ചോദ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ 3 ഭഗവാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ ആ ശ്രദ്ധയുടെ 3 വകഭേദങ്ങൾ, എങ്ങനെയാണ് ആ ശ്രദ്ധ 3ആയിട്ട് സാത്വികവും രാജസികവും താമസികവുമായി പിരിഞ്ഞിരിക്കുന്നത്. ഗുണത്രയ വിഭാഗ തൊട്ട് മുമ്പ് 3-4 അധ്യായങ്ങൾക്ക് മുമ്പൊക്കെ, അല്ലെങ്കിൽ 2-ാം അധ്യായം മുതൽ ഇതിൻ്റെ പല പല കാര്യങ്ങളുടെ സൂചനകളിലൂടെ ഭഗവാൻ കടന്നുപോയിട്ടുണ്ടെങ്കിലും അതിനെ വളരെ വ്യക്തമായി അടുക്കും ചിട്ടയോടും കൂടി, കാരണം അത്രയും കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ വന്ന് ഇത് കേൾക്കുമ്പോൾ നല്ല ബോധ്യം വരിക. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് ഇവിടെ എത്തുമ്പോൾ ഇതിനെന്താ പറയുക, നല്ല ഒരു വ്യക്തതയുണ്ടാവും. ആ 3 വിധത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ച് എന്നിൽ നിന്ന് അർജുന നീ കേട്ടാലും ഇന്നല്ല നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.